നമസ്കാരം. കോഴിക്കോട് പേരാമ്പ്ര വാളൂരിൽ അനു കൊലക്കേസിൽ പ്രതി മുജീബ് റഹ്മാനെ പോലീസ് കണ്ടെത്തി പിടികൂടിയത് അതിവേഗത്തിൽ അതിസാഹസികമായിട്ടായിരുന്നു. ഈ അന്വേഷണ മികവ് അഭിനന്ദിക്കേണ്ട കാര്യമാണ് താനും. ഇപ്പോഴിതാ കൊടും ക്രിമിനലായ പ്രതിയെ പോലീസ് പിടികൂടുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. മലപ്പുറം കൊണ്ടോട്ടിയിലെ ഇയാളുടെ വീട്ടിൽ നിന്നാണ് പോലീസ് സംഘം മുജീബ് റഹ്മാനെ പൊക്കിയത്. പോലീസ് സംഘം വീട്ടിലെത്തിയപ്പോൾ മുജീബ് രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു. ഇതിനിടെ പോലീസുകാരനെ ജനൽ ചില്ലുകൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. പോലീസ് സംഘം മുജീബ് റഹ്മാന്റെ വീട് വളയുന്നതും പിന്നാലെ രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ കീഴ്പ്പെടുത്തുന്നതുമാണ് ദൃശ്യങ്ങളിൽ ഉള്ളത്. പോലീസ് വീട്ടിലെത്തിയപ്പോൾ മുജീബ് റഹ്മാൻ ഓടുപൊളിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. ഈ ഘട്ടത്തിൽ ഓടുപൊളിച്ചിട്ട് കാര്യമില്ല മുജീബെ, നിന്റെ ചുറ്റും ഞങ്ങളുണ്ട് എന്ന് ഒരു പോലീസുകാരൻ പറയുന്നതും ദൃശ്യങ്ങളിൽ കേൾക്കാം. പിന്നാലെ പോലീസുകാർ വിവിധ സംഘങ്ങളായി തിരിഞ്ഞു. ഒരു സംഘം വീടിനുള്ളിൽ കയറി. എന്നാൽ മുജീബ് റഹ്മാൻ മുറിയുടെ വാതിലടച്ച് ഒളിച്ചിരുന്നു. പലതവണ വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടിട്ടും ഇയാൾ തുറന്നില്ല. ഇതോടെ പോലീസ് സംഘം വാതിൽ ചവിട്ടിപ്പൊളിച്ചാണ് മുറിക്കുള്ളിൽ പ്രവേശിച്ചത്. ഇരുട്ട് നിറഞ്ഞ മുറിക്കുള്ളിൽ ഒളിച്ചിരുന്ന പ്രതി ഇതിനിടെ പോലീസുകാരെ ആക്രമിച്ച് രക്ഷപ്പെടാനും ശ്രമിച്ചു. എന്നാൽ പോലീസ് സംഘം അതിസാഹസികമായി മുജീബ് റഹ്മാനെ കീഴ്പ്പെടുത്തുകയായിരുന്നു. മട്ടന്നൂരിൽ നിന്നും പേരാമ്പ്ര വഴി മലപ്പുറത്തേക്ക് മോഷ്ടിച്ച ബൈക്കിൽ വരികയായിരുന്ന പ്രതി പ്രധാന റോഡിൽ നിന്ന് അധികമാരും സഞ്ചരിക്കാത്ത ഇട റോഡിലേക്ക് കയറി. വലിയ വാഹനങ്ങൾ പോകാത്ത മൂളിയങ്ങൾ വാളൂർ അമ്പലം റോഡിൽ 3 തവണ പ്രതി കറങ്ങി. രാവിലെ 9 മണിക്ക് ശേഷമായിരുന്നു ഇത്. ഇതിനിടെയാണ് ധൃതിയിൽ നടന്നുവരുന്ന യുവതിയെ കണ്ടത്. യുവതിയെ ബൈക്കിൽ കയറ്റുന്നതിനും കൃത്യം നടത്തുന്നതിനും ആഭരണങ്ങൾ ഊരിയെടുക്കാനും രക്ഷപ്പെടാനുമായി 10 മിനിറ്റ് സമയം മാത്രമാണ് പ്രതിയെടുത്തത്. അനുവിനെ കൊന്ന് തോട്ടിൽ താഴ്ത്തി ആഭരണങ്ങൾ കവർന്ന് സ്ഥലത്തു നിന്ന് രക്ഷപ്പെടാൻ ആകെ എടുത്തത് 10 മിനിറ്റ്. ഇത് മുജീബ് എന്ന ക്രിമിനൽ എത്രമാത്രം അപകടകാരിയാണ് എന്നത് തുറന്നു കാട്ടുന്നു. കൃത്യത്തിന് ശേഷം ഹെൽമറ്റ് ധരിച്ച് 10 മണിയോടെ ഉള്ളിയേരി ഭാഗത്തേക്ക് തിരിച്ചു. എടവണ്ണപ്പാറയിൽ എത്തുന്നതിനിടെ ഒരിക്കൽ പോലും ഹെൽമറ്റ് ഊരിയില്ല. മോഷണക്കേസിൽ ഇക്കഴിഞ്ഞ ജനുവരിയിൽ ജയിലിൽ നിന്ന് ഇറങ്ങിയ പ്രതി ഒറ്റയ്ക്ക് കുറ്റകൃത്യം നടത്തുന്ന ശീലമുള്ളയാളാണ്. ഈ രീതിയും CCTV ദൃശ്യങ്ങളും മലപ്പുറത്ത് എത്തിയപ്പോൾ മൊബൈൽ ഫോൺ ഓണാക്കിയതുമാണ് പ്രതിയിലേക്ക് എത്താൻ പോലീസിനെ സഹായിച്ചത്. മുജീബ് റഹ്മാൻ വിവാദമായ മുത്തേരി ബലാത്സംഗ കേസിലെ 1-ാം പ്രതിയാണ് എന്നതും നടുക്കുന്ന വാർത്തയാണ്. കുപ്രസിദ്ധ വാഹനമോഷ്ടാവ് വീരപ്പൻ റഹീമിന്റെ അനുയായിയായിരുന്നു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരുന്നിട്ടും ഇയാൾ എങ്ങനെയാണ് സ്വതന്ത്രനായി ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. 2020 സെപ്റ്റംബറിലാണ് മുത്തേരി ബലാത്സംഗ കേസ് നടക്കുന്നത്. അനുവിൻ്റേതിന് സമാനമായ കേസ് ആയതിനാലാണ് പോലീസിന് ഇക്കാര്യം പെട്ടെന്ന് ബന്ധപ്പെടുത്തി മനസ്സിലാക്കാൻ സാധിച്ചത്. കോഴിക്കോട് മുത്തേരിയിൽ ജോലിക്ക് പോവുകയായിരുന്ന വയോധികയെ മോഷ്ടിച്ച ഓട്ടോയിലെത്തി അതിൽ കയറ്റി കൈകാലുകൾ കെട്ടിയിട്ട് ബലാത്സംഗം ചെയ്ത് കവർച്ച നടത്തിയെന്നതായിരുന്നു കേസ്. മുത്തേരി കേസാണ് സത്യത്തിൽ അനുവിൻ്റെ കൊലപാതകത്തിൽ മുജീബ് പിടിക്കപ്പെടുന്നതിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് നൽകുന്ന സൂചനകൾ. മുജീബ് മുൻപും പല കുറ്റകൃത്യങ്ങളും ചെയ്തിട്ടുള്ള ക്രിമിനൽ ആണെന്ന വിവരം നേരത്തെ തന്നെ പോലീസ് അറിയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങളനുസരിച്ച് വെറുമൊരു ക്രിമിനൽ അല്ല, കൊടും കുറ്റവാളിയാണ് ഇയാൾ എന്ന കാര്യമാണ് മനസ്സിലാകുന്നത്. മലപ്പുറത്ത് പഴയ നിരവധി വാഹനമോഷണ കേസുകളിൽ പ്രതിയായിരുന്ന വീരപ്പൻ റഹീമിന്റെ സഹായിയായിരുന്നു ഇയാൾ. പിന്നീട് ഇയാളുമായി പിരിഞ്ഞ് മുജീബ് തനിയെ വാഹനമോഷണം തുടങ്ങി. അനുവിനെ പട്ടാപ്പകലാണ് ഇയാൾ ജനവാസ മേഖലയിൽ വെച്ച് കൊലപ്പെടുത്തിയത്. മുജീബ് റഹ്മാൻ കൊലയ്ക്ക് മുമ്പ് പലതവണ പ്രദേശത്ത് കറങ്ങുകയും ചെയ്തു. ഇതിന്റെയും തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കൊലപാതകം നടത്തിയ അതേ റോഡിലാണ് സംഭവ ദിവസം മുജീബ് പലതവണ കടന്നുപോയത്. മോഷണമായിരുന്നു അന്ന് മുജീബിന്റെ ലക്ഷ്യമെന്നാണ് പോലീസ് നിഗമനം. ഇരതേടി കാത്തിരിക്കവെയാണ് അവിചാരിതമായി അനു മുന്നിലെത്തുന്നതും കൊടും ക്രിമിനൽ ആണെന്നറിയാതെ ബൈക്കിൽ കയറിയതോടെ മുജീബിലെ മോഷ്ടാവ് ഉണർന്നു. പ്രദേശത്ത് ഇയാൾ ചുറ്റിത്തിരിഞ്ഞ് മോഷണമോ പിടിച്ചുപറിയോ നടത്താനായിരിക്കണം ആളില്ലാത്ത ഇടറോഡ് കണ്ടുപിടിച്ചത് എന്നാണ് കരുതപ്പെടുന്നത്. മട്ടന്നൂരിൽ നിന്ന് പേരാമ്പ്ര വഴി മലപ്പുറത്തേക്ക് മോഷ്ടിച്ച ബൈക്കിൽ വരികയായിരുന്ന പ്രതി പ്രധാന റോഡിൽ നിന്ന് അധികമാരും സഞ്ചരിക്കാത്ത റോഡിലേക്ക് കയറുകയായിരുന്നു.